അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ഇതൊന്ന് പങ്കുവെക്കാനും എന്ന് തോന്നി. കാരണം എനിക്കിനിയിപ്പോൾ അടുത്തൊന്നും വീഡിയോയിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എൻ്റെ ജീവനായ അദ്ദേഹം ക്രിട്ടിക്കൽ ICUവിലാണുള്ളത്. അദ്ദേഹത്തിന് അയോർട്ടിക് അനോറിസം എന്ന പേരുള്ള ഒരു ഹാർട്ട് സംബന്ധമായ ഒരു രോഗമാണ്. പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അസുഖമാണത്. അത് ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 3-4 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈക്കും കാലിനും ഒരു തരിപ്പ് അനുഭവപ്പെട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചെക്കിങ്ങിൻ്റെ കൂടെയാണ് ഇത് ഓർക്കാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ അപ്പോഴേക്കും ഡോക്ടേഴ്സ് അതിൻ്റെ പുറകെ ആയിപ്പോയി. അത് കാരണം അത് ക്രിട്ടിക്കൽ അവസ്ഥയിലാണുള്ളത്. പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊന്നും അറിയില്ലാത്ത കാരണം അത് എന്താണെന്ന് നമുക്ക് ഡോക്ടേഴ്സ് പറയുന്നത് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്കായി അവർ. അപ്പോൾ അതിൻ്റെ കൂടെ അവർ ഈ ന്യൂറോ പ്രോബ്ലം അവർ നെവർ മൈൻഡാക്കി കളഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടോ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ അവർക്ക് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഭയങ്കര വഷളാകുമായിരുന്നു കണ്ടീഷൻ. അങ്ങനെ ഞങ്ങളുടെ നിർബന്ധത്തിനാണ് പിന്നെ പിറ്റത്തെ ദിവസം, അപ്പോഴേക്കും ഒരു ദിവസം കഴിഞ്ഞു പോയി. പിറ്റത്തെ ദിവസം ന്യൂറോ ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തത്. അപ്പോഴാണിത് അറിയുന്നത്, ഇത് സർജറി ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ വഷളാകുമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ആദ്യം ന്യൂറോ പ്രോബ്ലം ഒന്ന് സ്റ്റേബിളായതിനു ശേഷമേ സർജറി ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഒന്ന് സ്റ്റേബിളായതിനു ശേഷം മറ്റുള്ള അയോർട്ടിക് അനോറിസം എന്നുള്ള ആ പ്രോബ്ലം, അത് ഹാർട്ടിൽ നിന്നും ഒരു മെയിൻ ബ്ലഡ് വെസൽ പോകുന്നത് വയറിലൂടെയാണ്. അതിലാണ് പ്രോബ്ലം വന്നിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ പിന്നീട് വിശദീകരിച്ച് തരാം. ഇപ്പോൾ എനിക്ക് പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ സാഹചര്യം ഞാൻ എൻ്റെ കൂട്ടുകാരുമായി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും എനിക്ക് എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എന്താ കൂടുതൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ അടുത്ത വീഡിയോ ഞാൻ എപ്പോഴാണ് വരികയെന്ന് പറയാനും പറ്റില്ല. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ എല്ലാം സുഖമായതിനു ശേഷം വീണ്ടും വീഡിയോയിൽ വരാം. എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.